ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ക്ലീനിങ് വ്ളോഗാണ്. അതായത് എൻ്റെ റൂം മൊത്തം അലങ്കോലയൊക്കെ എടുക്കുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ദേ ഇരിക്കുന്നു ഇവിടെ. അപ്പോൾ പിന്നെ ബാക്കി സ്റ്റഡി ടേബിളാണ്. പിന്നെ ഇവിടെ അമ്മ ഭയങ്കര ക്യൂട്ടായിട്ട് ഉറങ്ങുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇല്ലില്ല ഞാൻ പൊക്കിയിട്ടെടുത്ത്. അപ്പോൾ അമ്മേനെ ശല്യപ്പെടുത്തക്ക രീതിയിൽ നമ്മൾ വീഡിയോ എടുക്കണം. അപ്പം എന്തായാലും നമുക്ക് തുടങ്ങാം. നമ്മൾ വെക്കേഷനായിട്ട് ഫസ്റ്റ് പരിപാടി എനിക്ക് ഇതായിരുന്നു ചെയ്യാനുള്ളത്, ക്ലീനിങ്. അടുക്കളയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലീനിങ്. അതുകൊണ്ട് പിന്നെ എനിക്ക് അവിടെ ക്ലീൻ ചെയ്തതിന് സീനില്ല. ബാത്റൂം ഒഴികെ ഞാൻ ബാത്റൂമൊക്കെ ഞാൻ ക്ലീൻ ചെയ്യും. എൻ്റെ റൂമിലത്തെ അമ്മ വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞാൽ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ വൃത്തിയേടാവുകയാണെങ്കിൽ ഞാൻ തന്നെ അത് വൃത്തിയാക്കും ഗൈസ്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം എന്താ നമുക്ക് തുടങ്ങാം ഇന്നത്തെ വീഡിയോ. ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. ഫസ്റ്റ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. ഇവിടെ ഫുൾ കുറേ മേക്കപ്പ് ഐറ്റംസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. കാരണം ഈ 2-3 ദിവസമായിട്ട് ഇടയിൽ ഈ ആഴ്ചയിലാണ് ഇടയ്ക്ക് ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഭയങ്കര മടിയായിരുന്നു. അതിന് എക്സാം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ ഒരു ചിന്തയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ തുടങ്ങാം. അപ്പോൾ ഇത് നമ്മൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ആ ഫ്രണ്ടിലുള്ള ഷെൽഫിൽ നിന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. അതിൻ്റെ മേലെ കുറേ ഐറ്റംസ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം അത് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വലിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്നും ആവശ്യമില്ലാത്ത മേലേക്ക് ഇട്ടിട്ട് അങ്ങനെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്താ നമുക്ക് എന്തെങ്കിലും തുടങ്ങാം. ഞാൻ അവിടെ ഇരുന്നു കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് കുറേ നേരം നിന്ന് കാല് കടയും. അതുകൊണ്ട് പിന്നെ ഞാൻ ഇരുന്നതാണ് അവിടെ. എന്തായാലും ഈ വീഡിയോയിൽ കുറേ ഭാഗത്തൊക്കെ ഞാൻ മ്യൂസിക് ആഡ് ചെയ്യും. കാരണം കുറേ നേരം ഇങ്ങനെ വോയിസ് ഓവർ ചെയ്തിരിക്കാൻ മാത്രമൊന്നും ഇല്ലെങ്കിൽ ഞാൻ മ്യൂസിക് ആഡ് ചെയ്യട്ടോ, ഇപ്പോൾ തന്നെ പറയാം. പിന്നെ ഞാൻ ഇന്നാളുടെ വീഡിയോയിൽ കുറേ കമൻറ്റ്സ് കണ്ടു, കുറേ പേരുടെ വെക്കേഷൻ ആയിട്ടില്ല എന്നുള്ളത്. അത് ഇപ്പോൾ CBSE ആണെങ്കിൽ ചിലപ്പോൾ IT ഉണ്ടാവും. സ്റ്റേറ്റ് ആണെങ്കിൽ അവർക്ക് 26-ാം തീയതി 28-ാം തീയതി എന്താണ് കഴിയുക. എന്തായാലും ഏപ്രിൽ ആകുമ്പോഴേക്കും എല്ലാവരും ഫ്രീ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏപ്രിൽ +2കാർക്ക് എക്സാം ഉണ്ട് തോന്നുന്നു. 10th-ൻ്റെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും വലിപ്പൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു. ഐറ്റംസൊക്കെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയി വെച്ച തലയിൽ മുല്ലപ്പൂ വെച്ചിട്ട് ആ ക്ലിപ്പ് അങ്ങോട്ട് വരുമ്പോൾ അതിന് മുല്ലപ്പൂവിൻ്റെ ആ ഒരു പൂവിൻ്റെ ഇതളുണ്ടാവും, അതും നോക്കാണ്ടെടുത്ത് ഇടും. അപ്പം അതിൻ്റെ ഇതളിൽ 2-3-4 എണ്ണം അവിടെ ഉണങ്ങിയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയ പൊടിയല്ല, പക്ഷെ എന്തോ ഒരു തരം സാധനം ഉണ്ടായിരുന്നു, പൊടി പോലത്തെ. പൊടി അറിഞ്ഞില്ല അത്. അപ്പം ഞാനതൊക്കെ നല്ല തുടച്ച് വൃത്തിയാക്കി ഒരു തുണി കൊണ്ട്. എന്നിട്ട് ഓരോ സാധനങ്ങളും ഇങ്ങനെ എടുത്ത് വെച്ചു. എനിക്ക് പെട്ടെന്ന് എടുക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചേക്കണത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ വലിപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ 3 ചേർപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് വയ്ക്കുന്ന എനിക്ക് അത്ര താല്പര്യമില്ല, എന്നാലും ഇരുന്നോട്ടെ. ഇത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് ഇത്. ഇവിടെ ഇനി 2-3-4 ക്ലിപ്പ് എനിക്ക് വാങ്ങാണ്ട്, എൻ്റെ ഒക്കെ പൊട്ടി. പിന്നെ ഇതിൽ സൂചിയുണ്ട്, സൂചിപ്പിൻ. പിന്നെ ഇതൊരു മിററാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ക്ലിപ്സ്. ഇത് കഴിഞ്ഞു, നമുക്ക് ഇങ്ങോട്ട് പോകാം. ഇവിടുന്ന് എനിക്ക് മിൽക്കി ബാറിൻ്റെ കവർ വരെ കിട്ടി ഗൈസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മേലിരിക്കുന്ന ഐറ്റംസൊക്കെ എടുത്ത് മാറ്റി പെന്നും മിൽക്കി ബാറിൻ്റെ കവറൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നല്ലൊരു ലിക്വിഡ് വെച്ചിട്ട് തുടച്ച് ക്ലീൻ ചെയ്തു. അതുപോലെ മിററും ഞാൻ ക്ലീൻ ചെയ്ത്. എന്ത് ലിക്വിഡാണ് ഞാൻ യൂസ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കടയിൽ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിക്കാൻ കിട്ടും, വൈറ്റ് ബോർഡ് ക്ലീനർ എന്ന് പറഞ്ഞിട്ട്. അതിൽ മിററും കൂടെ എന്നുണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം ഗൈസ്. ഇത്ര അടിപൊളിയായിട്ട് മിറർ ക്ലീൻ ആയി കിട്ടും. ഓൾറെഡി സ്റ്റാർട്ടിങ്ങിലാണ് വീഡിയോ അത്യാവശ്യം മിറർ കുഴപ്പമില്ലാതെ ക്ലീൻ ആയിരുന്നു. ഇപ്പോൾ ഒന്നുകൂടെ ഫുൾ പക്ക സെറ്റായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതാ വലിപ്പും സെറ്റാണ്. നമുക്ക് ഇവിടേക്ക് കിടക്കാം. ഇവിടെ അത്ര പ്രശ്നകരമായിട്ടൊന്നുമില്ല, എന്നാലും നമുക്കൊന്ന് അടുക്കി പതുക്കി വെക്കാം. സത്യം പറഞ്ഞാൽ പ്രൊഡക്റ്റിന് പ്രൊമോഷനായിട്ടൊന്നും ചെയ്തല്ല കേട്ടോ. അത് വൈറ്റ് ബോർഡ് മായ്ക്കാൻ വേണ്ടി വാങ്ങിയതായിരുന്നു. പിന്നെ അതിൻ്റെ മേലെ മിററിനും കൂടെ ചെയ്തപ്പോൾ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു മുന്നേ. അതിന് നല്ലോണം വർക്ക് ആയതിനു ശേഷം ഞാൻ പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഷെൽഫിൻ്റെ അകത്ത് അത്യാവശ്യം വൃത്തികേടായി എടുക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് പൊടിയായിരുന്നു കുറച്ചുകൂടെ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പേപ്പർ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ നമുക്ക് ഹൗസ് വാമിംഗ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നിടത്ത് ഇങ്ങനെ വിരിച്ചിടില്ലേ ഒരു തരം പേപ്പർ, അതായിരുന്നു കേട്ടോ. അത് കുറച്ച് ദിവസം മുമ്പേ കണ്ടെത്തിയതായിരുന്നു. അപ്പോൾ ഞാൻ അത് അതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചു. ന്യൂസ് പേപ്പറിനെക്കാട്ടും കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുമല്ലോ. എനിക്ക് വെറുതെ പ്ലെയിൻ ആയിട്ട് എടുത്ത് വെക്കാൻ എന്തോ മാതിരിയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇത് എടുത്തിട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ള ആവശ്യമില്ലാത്തതായിട്ട് അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഐഷാഡോ പാലറ്റ് ഞാൻ എടുത്ത് മാറ്റി. പിന്നെ 2-3-4 സ്പോഞ്ചും എടുത്ത് മാറ്റിയിട്ട് അത് കളയാൻ വേണ്ടിയിട്ടായിരുന്നു. ഐഷാഡോ പാലറ്റ് 1.5 വർഷത്തോളമായി. അത് മാത്രമല്ല അതിൻ്റെ ബാക്കിൽ ഡേറ്റോ കാര്യങ്ങളോ ഇല്ല.
അപ്പോൾ അതുകൊണ്ട് എനിക്കെന്തോ അത് യൂസ് ചെയ്യാനൊരു പേടി. വെറുതെ കണ്ണുമൊക്കെ തേക്കുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കണമല്ലോ വിചാരിച്ച് ഞാൻ അതെടുത്ത് മാറ്റി. പിന്നെ ഇതിൽ ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന മുഖത്ത് തേക്കുന്ന ക്രീം, സൺസ്ക്രീൻ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ പേപ്പർ ആ ഷെൽഫിൻ്റെ അകത്തുള്ള അളവിനനുസരിച്ചിട്ട് ഒന്ന് മടക്കി വെക്കാന്നുള്ളത് കുറച്ച് പണിയാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്കൊരുവിധം സെറ്റാക്കി എടുക്കാം. പിന്നെ സൈഡിലത്തെ ആ ഒരു പാത്രത്തിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഓർഗനൈസേഴ്സ് എനിക്ക് മേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിലിങ്ങനെ സാധനങ്ങൾ വെച്ച് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ, എനിക്കത് നല്ല ഇഷ്ടം. ഗൈസ്, ഫൈനലി ഈ ഒരു ഷെൽഫും നമ്മൾ ഒതുക്കി. അങ്ങനെ അധികം ഒതുക്കാനൊന്നും ഇതിലുണ്ടായിരുന്നില്ല, എന്നാലും പൊസിഷനൊക്കെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെയായിട്ട് വെച്ച് ഉൾട്ടയാക്കി. ഇതാ ഇവിടെ ഇങ്ങനെയാണുള്ളത് സാധനങ്ങൾ. ഇത് ഞാൻ തുറന്ന് വയ്ക്കുകയാണ്. ലിപ്സ്റ്റിക്കാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ആണ് അങ്ങനെ വെച്ച്. പിന്നെ ഇവിടെ ഈ ഒരു സെക്ഷൻ, ഇവിടെ ഒരു സെക്ഷൻ, ഇവിടെ എൻ്റെ സ്കിൻ കെയർ ഐറ്റംസ് ആണ്. ബോഡി ലോഷൻ, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, പിന്നെ ഡോക്കിൻ്റെ മറ്റേ ഗ്ലൈക്കോളിക് ആസിഡ്, ബാക്കിലൊരു മോയ്സ്ചറൈസർ ഉണ്ട്, അവിടെ ഇരിക്കും. പിന്നെ ഈ ഒരു ക്രീം, പിന്നെ 2 പുട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ മാലകൾ തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു മസ്കാര ഉണ്ട്, ഒരു കാജലും ഉണ്ട്. കുറേ നേരമായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഫോൺ ചെറുതായിട്ട് പണി തന്നു, ചാർജ് കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പോയി ചാർജിന് വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചു. ആ ഷെൽഫ് ഫുള്ള് സെറ്റായി. പിന്നെ ഡ്രസ്സിൻ്റെ ഷെൽഫിലേക്ക് മാറി. ഞാൻ പാട്ട് കേട്ടിട്ടായിരുന്നു കേട്ടോ ഡ്രസ്സൊക്കെ മടക്കി വെച്ച്, കാരണം നല്ല ബോറടിയായിരുന്നു ഡ്രസ്സ് മടക്കി വെക്കുമ്പോൾ. അപ്പോൾ പിന്നെ സ്പോട്ടിഫൈയിൽ പാട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ഞാൻ ബാക്കി ഡ്രസ്സൊക്കെ മടക്കി വെച്ചത്. ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്, കാരണം ടൈം ലാപ്സിൽ ഇടുന്നതുകൊണ്ട് നല്ല രസമുണ്ട് ഇങ്ങനെ ഡ്രസ്സ് മടക്കുന്ന കാണാം. പക്ഷേ ശരിക്കും അത്ര രസമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ ഞാൻ മാറ്റി വെച്ചു. ഇനി ഞാൻ അങ്ങനെ ഇടില്ല എന്നുള്ള ഡ്രസ്സുകൾ ഉണ്ടാവില്ല, അത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. അതിവിടെ അടുത്തുള്ളൊരു കുട്ടിക്ക് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് മാറ്റി വെച്ചു. ബാക്കിയുള്ള ഐറ്റംസ് ഇതേ ഇവിടെ നിരത്ത് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ ഞാൻ ഇനി മാറ്റി വയ്ക്കാനുള്ളത്. പിന്നെ ഞാൻ സൈഡിലേക്ക് ഒരു പട്ടുപാവാട മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ അന്ന് ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇടാൻ വേണ്ടിയിട്ട് വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാനത് മാറ്റി വെച്ചതാണ്. ഇതിൻ്റെ കൂടെ വീണ്ടും മടക്കി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഓരോ ഡ്രസ്സുകളും ഓരോ ബാസ്ക്കറ്റിനകത്തേക്ക് എടുത്ത് മാറ്റി വെക്കുമായിരുന്നു കേട്ടോ. ഞാൻ കൂടുതലും കുർത്തകൾ ഇടാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ കുർത്തകൾ സാധാരണ വെക്കുന്നതിനെക്കാട്ടിയും വേറൊരു ബാസ്ക്കറ്റിലേക്ക് എടുത്ത് മാറ്റി വെച്ചു. ഇതൊക്കെ ഞാൻ മുന്നേ വീട് പണിയൊക്കെ കഴിഞ്ഞ് 2 കൊല്ലം 1 കൊല്ലമൊക്കെ കഴിഞ്ഞതിന് ശേഷം വാങ്ങിയിട്ടുള്ള കൊട്ടകളാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കൊട്ടകൾ ഡ്രസ്സ് വയ്ക്കാനാണ് ഇഷ്ടം. പിന്നെ കവറിലാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ യൂസ് ചെയ്യാത്ത ഡ്രസ്സുകളും. അപ്പോൾ എല്ലാതും ഷെൽഫിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഷെൽഫിൻ്റെ 90-ന് കിട്ടിയ ഷെൽഫാണ്. അതൊന്ന് റിനോവേറ്റ് ചെയ്തെടുത്തതാണ് ഈ വീടായതിനു ശേഷം, പുതിയ വീടായതിനു ശേഷം. എൻ്റെ 90-ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഒരു 15 വർഷത്തോളം പഴക്കമുണ്ട്. എനിക്ക് 15 ആണല്ലോ, 15.5 വർഷം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഈ സൈഡിലൊരു വെള്ള കുത്തൂത്ത് പോലത്തെ സാധനം വരാറുണ്ട്, അത് ഞാൻ തുടച്ച് ഒരുവിധം വൃത്തിയാക്കി എടുത്തു കേട്ടോ. അവിടെ ഉള്ളത് കുറച്ചിങ്ങനെ ബ്ലാന്ന് നിൽക്കുന്ന ഹുഡി ടൈപ്പ് ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് തന്നെ സ്റ്റഡി ടേബിളും കൂടെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ എനിക്ക് ഭയങ്കര മടിയായിട്ടോ, അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചു. ഇതൊക്കെ കുറച്ച് ഷേപ്പ് ചെയ്യാനുള്ള ഡ്രസ്സുകളും പിന്നെ കൊടുക്കാനുള്ള ഡ്രസ്സുകളൊക്കെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ അവസ്ഥ. പുറം കാണുന്ന ഭാഗമൊക്കെ ഞാൻ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്, പിന്നെ സാധനങ്ങളൊന്നും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ.